ഓഗസ്റ്റ് 26 തിങ്കളാഴ്ച. മത്തായി 23:13 മുതൽ 22 വരെ വാക്യങ്ങൾ. 2017 ഫെബ്രുവരി 17 മലയാളത്തിലെ ഒരു പ്രമുഖ നടിയെ ഒരു സംഘം ആളുകൾ തട്ടിക്കൊണ്ടുപോയി കാറിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു. കേരളത്തിൽ ഉടനീളം രോഷം ആളിക്കത്തിച്ച ഈ കേസിൽ ഒരു പ്രമുഖ നടൻ ഉൾപ്പെടുന്നുണ്ട് എന്ന വാർത്ത മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനപരമായ പെരുമാറ്റം പുറത്തു കൊണ്ടുവരികയും ചെയ്തു. തൽഫലമായി മലയാള ചലച്ചിത്ര വ്യവസായത്തിലെ ലൈംഗിക അതിക്രമവും വ്യാപകമായ ലിംഗ അസമത്വവും സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിശോധിക്കാൻ കേരള ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് കെ ഹേമയുടെ നേതൃത്വത്തിൽ ഒരു സമിതിക്ക് സംസ്ഥാന സർക്കാർ രൂപം നൽകി. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിലെ സിനിമാ വ്യവസായത്തിലെ അലയൊലികൾ സൃഷ്ടിച്ചു. ഈ മാസം ഓഗസ്റ്റ് 19 പുറത്തിറങ്ങിയ റിപ്പോർട്ട് മലയാള ചലച്ചിത്ര വ്യവസായത്തിലെ സ്ത്രീ പ്രൊഫഷണലുകളെ ബാധിക്കുന്ന വ്യാപകവും വ്യവസ്ഥാപിതവുമായ ലൈംഗിക പീഡനത്തെക്കുറിച്ചുള്ള കുറ്റകരമായ സംഭവങ്ങൾ അവതരിപ്പിക്കുന്നു. ഈ മേഖലയിലെ മാന്യന്മാർ എന്ന് വിളിക്കപ്പെടുന്ന പലരും ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിലാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നിയമജ്ഞരെയും ഫരിസേയരെയും ശകാരിക്കുകയും കപട നാട്യക്കാരാണെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. അവർ വിശുദ്ധമായ കാര്യങ്ങൾ പ്രസംഗിക്കുന്നു, എന്നാൽ അവരുടെ പ്രവൃത്തികൾ പലപ്പോഴും നേരെ വിപരീതവുമാണ്. പ്രസംഗിക്കുന്ന കാര്യങ്ങളല്ല അവർ മാതൃകയാക്കുന്നത്. ഈ മതനേതാക്കന്മാർ ജനങ്ങളെ ദൈവത്തിങ്കിലേക്ക് നയിക്കേണ്ടതായിരുന്നു. എന്നാൽ അവരുടെ അഹങ്കാരവും മുൻവിധികളും കൊണ്ട് അവർ ആളുകളെയും തങ്ങളെ തന്നെയും നാശത്തിലേക്ക് നയിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ഫരിസേയനുണ്ട്. നമ്മൾ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും പ്രാവർത്തികമാക്കിയാൽ അത് അത്ഭുതകരമായിരിക്കും. എന്നാൽ ചില സമയങ്ങളിൽ ഇങ്ങനെ ചെയ്യുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. യേശുവിൻ്റെ അനുയായികൾ എന്ന നിലയിൽ അവൻ്റെ ദൗത്യം നമ്മുടെ ദൗത്യമായി മാറുന്നു. ആളുകളെ സ്വർഗരാജ്യത്തിൽ നിന്ന് അകറ്റാതെ അവരെ സ്വർഗരാജ്യത്തിലേക്ക് നയിക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ കടമയും ഉത്തരവാദിത്വമാണ്. നാം ആധുനിക പണ്ഡിതന്മാരും ഫരിസേയരും അല്ലെങ്കിൽ അന്ധരായ വഴികാട്ടികളും ആയിത്തീർന്നാൽ അയ്യോ നമുക്ക് കഷ്ടം. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും മറ്റുള്ളവർക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള പാത പ്രകാശിപ്പിക്കാൻ നമുക്കിടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.